നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാരിന് കഴിയില്ല. 2 മന്ത്രിമാരാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ അടച്ചിട്ട സ്ഥലമാണ്. അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല. അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തില്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്ന് ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ്. അപ്പോൾ ആരാണ് മരണത്തിൻ്റെ വ്യാപാരികൾ? ഞങ്ങൾ ഉയർത്തിക്കാട്ടും. ഗവൺമെൻറ്റിൻ്റെ തെറ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷമാണോ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത്? ഞങ്ങളിത് കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവർ ഈ വേഷം കെട്ട്. കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയാണ് സർക്കാർ ആശുപത്രിയിൽ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന്, കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവർ. എന്നിട്ട് 27,000 പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാനം കേരളമാണ് എന്ന് PR പ്രൊപ്പഗാൻഡ നടത്തിയ ആള്. ഇപ്പോൾ അതേ പ്രൊപ്പഗാൻഡ തന്നെയാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല. 1100 കോടി രൂപ ഇപ്പം കൊടുക്കാനുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്. മെഡിക്കൽ സപ്ലൈസ് നിർത്തിവെച്ചിരിക്കുകയാണ് പല കമ്പനികളും. അതിന് ഞങ്ങൾ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തണ്ടേ? ഞങ്ങൾ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു. ഇത് അനാസ്ഥ, കെടുകാര്യസ്ഥത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു? എന്നിട്ട് എന്തെല്ലാം ന്യായീകരണങ്ങളായിരുന്നു. എന്നിട്ട് മന്ത്രിമാർ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്തുക, അതിൽ നടന്നത്. ആദ്യം ഒന്ന് സോപ്പിട്ടു, പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിരട്ടുകയാണ്. ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത്. ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഒരുപാട് അഴിമതിയുണ്ട്. ഞങ്ങളതെല്ലാം പുറത്തു കൊണ്ടുവരും. കെടുകാര്യസ്ഥതയുണ്ട്. വെറും PR മാനേജ്മെന്റ് മാത്രമാണ്, PR ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറേ നാളായി ആരോഗ്യരംഗത്ത് നടക്കുന്നത്. അത് പറയുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അല്ലല്ലേ, അസഹിഷ്ണുത എന്ത് വാക്കാണ് അങ്ങ് ഉപയോഗിക്കുന്നത്? അവർക്ക് അസഹിഷ്ണുത, അവർക്ക് അസഹിഷ്ണുത അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതെല്ലാം പുറത്തു വരുവാൻ ഓരോ ദിവസം. ഞാൻ നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങളിതെല്ലാം പറഞ്ഞാണ്. ഇപ്പൊ പുതിയതായിട്ട് പറയുന്നതല്ല. നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു, പുറത്തു പറഞ്ഞു. ഞങ്ങൾ സമരങ്ങൾ ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് സ്ഥിതി എന്താ? തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ? കുളങ്ങുന്നത് കാവിലെ സ്ഥിതി എന്താ? നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളിവിടുത്തെ മാധ്യമപ്രവർത്തകരല്ലേ. അവിടെയൊക്കെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവാണ്. മരുന്നില്ല. ആശുപത്രിയിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ കത്രിക മേടിക്കണം, സർജിക്കൽ എക്യുപ്മെൻറ്റ് മേടിക്കണം, നൂല് മേടിക്കണം, പഞ്ഞി മേടിക്കണം. പഞ്ഞിയില്ല പല ആശുപത്രിയിലും. പാരസെറ്റമോൾ ഇല്ലായിരുന്നു കുറേ ആശുപത്രിയിൽ. ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ്. പല വാക്സിനും ഇല്ലായിരുന്നു. ഒരു കമ്പനിയും സപ്ലൈ ചെയ്യുന്നില്ല. കാരണം കോടിക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കാനുണ്ട്. അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം 934 കോടി രൂപ വേണമായിരുന്നു. ആദ്യം 356 കൊടുത്തു, പിന്നെ 150 കൊടുത്തു. ബാക്കി കൊടുക്കാനുള്ളത് 424 ഇനി കൊടുക്കാനുള്ളത്. ഈ വർഷം ആകെ ആവശ്യം 1015 കോടി. ആകെ അലോക്കേഷൻ 356 കോടി. ഈ 2 വർഷം കൂടി കൊടുക്കാനുള്ളത് 1100 കോടിയാണ്. ആരോഗ്യത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രതികരണങ്ങളാണ് VD സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.